കോളയാട് പഞ്ചായത്തിലെ പ്രധാന രാഷ്ട്രീയ വിഷയം എന്ന് പറയുന്നത് ഇതിനു മുമ്പത്തെ പ്രസിഡന്റായിരിക്കുന്ന ശ്രീ സുരേഷ് കുമാറിന്റെ പേരിലുള്ള അഴിമതി. രാജിവെച്ച വ്യക്തി എന്ന നിലയിൽ എന്നെ തന്നെയാണ് വീണ്ടും പാർട്ടി ഈ പഞ്ചായത്തിന്റെ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി വീണ്ടും ചുമതല എന്ന നിലയിൽ ഏൽപ്പിച്ചുകൊണ്ട് ഇപ്പോൾ മത്സരരംഗത്തേക്ക് ഏൽപ്പിച്ചുള്ളത്. ഇടതുപക്ഷത്തിന്റെ ഭാഗത്ത് തന്നെ ഒരുപാട് വിള്ളലുകളുണ്ടായി. അതുകൊണ്ടാണ് ഇപ്പോൾ സുരേഷിന്റെ രണ്ടാമത് ഇവിടെ വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാൻ വേണ്ടിയിട്ട്. നമസ്കാരം. മീഡിയ ഫോർട്ടിൻ്റെ തിരഞ്ഞെടുപ്പ് അംഗത്തിലേക്ക് സ്വാഗതം. ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൻ്റെ ചൂടും ചൂരും അറിയണമെങ്കിൽ നിങ്ങൾ കോളയാട് പഞ്ചായത്തിലേക്ക് വരണം. ഒരു വോട്ട് പോലും ഓരോ സ്ഥാനാർത്ഥിയുടെയും വിജയ പരാജയങ്ങളെ നിശ്ചയിക്കുന്ന അതികഠിനമായ മത്സരമാണ് ഈ പഞ്ചായത്ത് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ 3 പാർട്ടികളും തലമെയ് മറന്ന് പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ചർച്ച ചെയ്യുന്നു കോളയാടിൻ്റെ വികസന രാഷ്ട്രീയം. ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് കഴിഞ്ഞ ഭരണസമിതിയിലെ പ്രസിഡന്റായിരുന്ന KP സുരേഷ് കുമാർ, UDFനെ പ്രതികരിച്ച് ശ്രീമതി അന്ന ജോളി, BJPയെ പ്രതികരിച്ച് N ജനാർദ്ദൻ മാസ്റ്റർ. ആരും നമുക്ക് മുൻ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന സുരേഷ് കുമാറിൻ്റെ വാക്കുകളിലേക്ക്. കോളയാട് പഞ്ചായത്ത് മറ്റൊരു ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ അതിൻ്റെ വീറും വാശിയിലുമാണ് നേതാക്കന്മാരും പ്രവർത്തകരും. നമ്മുടെ കൂടെയുള്ളത് 8.5 വർഷക്കാലം കോളയാട് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റായിരുന്ന ശ്രീ KP സുരേഷ് കുമാറാണ്. അദ്ദേഹത്തോട് വികസന രാഷ്ട്രീയം നമുക്ക് സംസാരിക്കാം. സുരേഷ് ചേട്ടാ, നമസ്കാരം. നമസ്കാരം. കോളയാട് പഞ്ചായത്തിലെ ജനങ്ങൾ LDFന് വോട്ട് ചെയ്യേണ്ട രാഷ്ട്രീയ സാഹചര്യം എന്താണ് നിങ്ങൾ കോളയാടിലെ ജനങ്ങൾക്ക് മുന്നിൽ വെക്കുന്ന വികസന രാഷ്ട്രീയം? കോളയാട് പഞ്ചായത്തിനകത്ത് കഴിഞ്ഞ 21 വർഷക്കാലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള ഭരണം ഒട്ടേറെ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. വികസനത്തിൻ്റെ കാര്യത്തിൽ വലിയ മുന്നേറ്റമാണ് ഈ കഴിഞ്ഞ 21 വർഷക്കാലം കോളയാട് പഞ്ചായത്തിനകത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നടപ്പിലാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. 95 അധികാരത്തിൽ വരുന്ന ഘട്ടത്തിൽ ഉള്ള കോളയാടും ഇന്ന് 2020 എത്തി നിൽക്കുന്ന ഘട്ടത്തിൽ ഉള്ള കോളയാടും നമ്മളൊന്ന് പരിശോധിക്കുമ്പോൾ ഈ കണ്ട മാറ്റങ്ങൾക്കെല്ലാം കോളയാട് പഞ്ചായത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വികസനത്തിൻ്റെ മുദ്രകൾ കാണാൻ വേണ്ടി കഴിയും. ജനകീയാസൂത്ര പ്രസ്ഥാനം ആരംഭിച്ചതു മുതൽ നമ്മുടെ പഞ്ചായത്തിനകത്തെ അടിത്തട്ടിലെ വികസന പ്രശ്നങ്ങൾക്ക് നമുക്ക് പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കുന്ന വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ പഞ്ചായത്തിൻ്റെ ഓരോ വാർഡ് മേഖലയിലും അത് LDFൻ്റെയോ UDFൻ്റെയോ മെമ്പർമാർ പ്രതികരിക്കുന്ന വാർഡ് എന്ന വ്യത്യാസമില്ലാതെ വിവേചനമില്ലാതെ വികസന പ്രവർത്തനം എന്നതാണ് ഞങ്ങളുടെ മുദ്രാവാക്യം. എല്ലാ പ്രദേശത്തെ ജനങ്ങളും അവരുടെ വികസന പ്രശ്നങ്ങൾ ഞങ്ങളുടെ മുന്നിൽ ഗ്രാമസഭയിലൂടെ മുന്നോട്ട് വെക്കാറുണ്ട്. അത് പരിഹരിക്കുന്നതിന് വേണ്ടി ആത്മാർത്ഥമായി എവിടെ നിന്നൊക്കെ ഫണ്ട് ലഭ്യമാക്കാൻ വേണ്ടി കഴിയുമോ അവിടെ നിന്നൊക്കെ ഫണ്ട് കണ്ടെത്തി അത് നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമം ഞങ്ങൾ നടത്തിയിട്ടുണ്ട് ഈ പിന്നിട്ട കാലയളവിൽ. ആരോഗ്യ മേഖലയിൽ, വിദ്യാഭ്യാസ മേഖലയിൽ, അതുപോലെ തന്നെ എല്ലാ മേഖലയിലും നമുക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് കേരളം കടന്നു പോകുന്നത്. അതിൻ്റെ തുടർച്ചയാണ് ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പും. അതുകൊണ്ട് ഇതെല്ലാം അനുഭവിക്കുന്ന ഇപ്പോൾ പെൻഷൻ ലഭിക്കുന്ന ആളുകൾക്ക് ആ ക്ഷേമ പെൻഷൻ 600 രൂപയുടെ സ്ഥാനത്ത് ഇന്ന് 1400 രൂപ ലഭിച്ചുകൊണ്ടിരിക്കുന്നു. അതും വീട്ടിലേക്കാണ് ആ പെൻഷൻ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അത് 1500 രൂപയായി ജനുവരി മാസം മുതൽ കൊടുക്കുമെന്ന് ഗവൺമെൻറ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇങ്ങനെ വലിയ മാറ്റങ്ങളും നേട്ടങ്ങളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ജനങ്ങൾ എന്തുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായിട്ട് വോട്ട് ചെയ്യണം? ഈ നേട്ടങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടി അവർ താല്പര്യപ്പെടുമോ? അതുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൂടുതൽ ഭൂരിപക്ഷത്തോടുകൂടി ഈ പഞ്ചായത്തിനകത്ത് ജയിച്ച അധികാരത്തിലേക്ക് വരുമെന്നാണ് ഞങ്ങൾക്ക് ഉറച്ച വിശ്വാസമുള്ളത്. പിന്നെ നമ്മുടെ രാഷ്ട്രീയമായി പ്രതിപക്ഷം UDFൻ്റെ ആളുകൾ ഈ പഞ്ചായത്തിനകത്ത് അവർക്ക് യാതൊന്നും തന്നെ പറയാനില്ല. എന്ത് കാര്യങ്ങൾ ചെയ്യുമെന്നതിനെക്കുറിച്ചോ പഞ്ചായത്ത് ഭരണസമിതിക്ക് എതിരായിട്ട് എന്തെങ്കിലും പിന്നെ വികസന വീഴ്ചകളെക്കുറിച്ചോ ഒന്നും എടുത്തു കാണിക്കാനില്ല. അഴിമതി ആരോപണങ്ങളെക്കുറിച്ചൊക്കെ ചില കാര്യങ്ങൾ ഇങ്ങനെ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പറയുന്നു എന്നതല്ലാതെ വസ്തുതാപരമായി ഈ പഞ്ചായത്തിൻ്റെ ഭരണനിർവഹണ പ്രവർത്തനത്തിൽ എന്തെങ്കിലും പാളിച്ചയുണ്ട് എന്ന് നാളിതുവരെ പരാതിപ്പെടുന്നതിന് വേണ്ടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും എടുത്തു കാണിക്കുന്നതിന് വേണ്ടിയോ ഉള്ള ഒരു ആക്ഷേപം, ഒരു ആരോപണം ഈ പറയുന്ന UDFൻ്റെ ആളുകൾക്ക് മുന്നോട്ട് വെക്കാൻ ഇവിടെ സാധിച്ചില്ല. അതെല്ലാം തന്നെ ഈ പഞ്ചായത്ത് ഭരണസമിതിക്ക് അഭിമാനത്തോടുകൂടി മുന്നോട്ട് പോകാൻ വേണ്ടിയുള്ള ഒരു ക്ലീൻ ചിറ്റാണ് എന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. പഞ്ചായത്തിലെ പ്രധാനപ്പെട്ട റോഡായിട്ടുള്ള
കോളയാട് നിന്നും ആലച്ചേരി വഴി കടന്നു പോകുന്ന റോഡിനെ KK രാഗേഷ് MPയുടെ ശ്രമഫലമായി നമുക്ക് കേന്ദ്ര റോഡ് ഫണ്ടിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അത് മട്ടന്നൂർ വിമാനത്താവളം വരെയുള്ള ഒരു റോഡായി പരിഗണിച്ച് അത് മെക്കാഡണ്ട് അറിയാൻ വേണ്ടി സാധിച്ച് അതിനുള്ള ഇടപെടൽ നമ്മുടെ പഞ്ചായത്ത് ഭരണസമിതിയുടെ ഒരു നേട്ടമാണ്. വാതക ശ്മശാനം നിർമ്മിക്കുന്നതിന് വേണ്ടി നമ്മൾ കുറച്ച് നാളുകളായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പൂർണ്ണതോതിൽ അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കാൻ ഒരു 8-10 മാസങ്ങൾ കൊണ്ട് അതിൻ്റെ പണി ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. ടെൻഡർ ചെയ്ത് പണി ആരംഭിച്ചിട്ടുണ്ട്. ഒരു 10 മാസം കൊണ്ട് പ്രവർത്തനം പൂർത്തീകരിക്കാൻ ഇവിടെ സാധിക്കും. MLA ഫണ്ടും പഞ്ചായത്ത് ഫണ്ടും ഒക്കെ വെച്ചുകൊണ്ട് 1 കോടിയോളം രൂപയുടെ വലിയ നിർമ്മാണ പ്രവർത്തനമാണ് ശ്മശാനത്തിന് വേണ്ടി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയെങ്കിലും ഒരു ശ്മശാനം എന്നല്ല, അതിൻ്റെ പൂർണ്ണതോതിൽ നല്ല ഒരു ശ്മശാനം എല്ലാ അർത്ഥത്തിലും ആളുകൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കുന്ന മാലിന്യരഹിതമായ ഒരു നല്ല ശ്മശാനം എന്നുള്ള ഒരു സങ്കല്പത്തിന് വേണ്ടിയാണ്, പണത്തിന് വേണ്ടിയാണ് നമ്മൾ കാത്തിരുന്നത്. MLA 2 ഘട്ടങ്ങളായിട്ട് ഞങ്ങൾക്ക് പണം തന്നു. പഞ്ചായത്തിൻ്റെ പണവും കൂടി ചേർത്തു 1 കോടിയോളം രൂപയുടെ വികസന പ്രവർത്തനം, നിർമ്മാണ പ്രവർത്തനം ശ്മശാനത്തിൻ്റെ ഭാഗമായിട്ട് നടക്കുകയാണ്. പെരുവയിലെ ആദിവാസി മേഖലയിൽ അവിടെ വലിയൊരു ഓഡിറ്റോറിയം നമ്മൾ നിർമ്മിക്കുകയാണ്. അവിടെ സാംസ്കാരിക നിലയം നിർമ്മിച്ചിട്ടുണ്ട്. അവിടെ റോഡുകൾക്ക് വേണ്ടി 1.5 കോടി രൂപ ഇപ്പോൾ കോർപ്പസ് ഫണ്ടിൽ നിന്ന് നമുക്ക് അനുവദിച്ച് കിട്ടിയിട്ടുണ്ട്. പഞ്ചായത്ത് ഓഫീസ് കോംപ്ലക്സ്, പഞ്ചായത്തിൽ വരുന്ന മുഴുവൻ ആളുകൾക്കും അവരുടെ സേവന പ്രവർത്തനങ്ങൾ കുറ്റമറ്റ നിലയിൽ വേഗത്തിൽ ഗുണനിലവാരത്തോടുകൂടി ലഭ്യമാക്കാൻ വേണ്ടി സാധിക്കത്തക്ക നിലയിൽ പഞ്ചായത്തിൻ്റെ പ്രവർത്തനങ്ങൾ കുറേ കൂടി കാര്യക്ഷമമാകാൻ വേണ്ടി, സൗകര്യപ്രദമാകാൻ വേണ്ടി പഞ്ചായത്ത് ഓഫീസ് കോംപ്ലക്സ് ഇപ്പോൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. അതും MLA ഫണ്ടൊക്കെ ചേർത്തുകൊണ്ടാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പ്രവർത്തനവും സമീപ മാസങ്ങൾ കൊണ്ട് പൂർത്തിയാക്കാൻ വേണ്ടി സാധിക്കും. ഒരു മികച്ച പഞ്ചായത്ത്, എല്ലാ ഓഫീസുകളും ഒരുമിച്ച് ഒരു കുടക്കീഴിൽ വരുന്ന ഒരു പഞ്ചായത്ത് ഓഫീസായി നമ്മുടെ പഞ്ചായത്ത് ഓഫീസിനെ മാറ്റിയെടുക്കാൻ വേണ്ടി സാധിക്കും. അതോടൊപ്പം തന്നെ കായിക മേഖലയിലെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള ഇൻഡോർ സ്റ്റേഡിയം, മൾട്ടിപർപ്പസ് ഇൻഡോർ സ്റ്റേഡിയം നമുക്ക് അനുവദിച്ച് കിട്ടിയിട്ടുണ്ട്. ഏകദേശം 5 കോടിയോളം രൂപ. അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം ടെൻഡർ നടപടി ഘട്ടത്തിലാണുള്ളത്. നമ്മുടെ ഈ പഞ്ചായത്തിനകത്തുള്ള യുവജനങ്ങൾക്ക് മികച്ച ഒരു കായിക പരിശീലന കേന്ദ്രമായി ആ സ്റ്റേഡിയത്തെ മാറ്റിയെടുക്കാൻ വേണ്ടി കഴിയും. തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ, കുടുംബശ്രീ പ്രവർത്തനത്തിലൂടെ, അങ്ങനെ എല്ലാ മേഖലയിലും നമുക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ള ഒരു കാലഘട്ടമാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ തുടർച്ചയ്ക്ക് വേണ്ടിയാണ് ഞങ്ങൾ ജനങ്ങളോട് വോട്ട് ചോദിക്കുന്നത്. ഈ പഞ്ചായത്ത് ഭരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും കാരണങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടല്ല പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ ഒരു മാറ്റം ഉണ്ടായിട്ടുള്ളത്. അത് സംഘടനാപരമായ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി വന്നു ചേർന്നിട്ടുള്ള വീഴ്ചയുടെ അടിസ്ഥാനത്തിൽ സംഘടനാപരമായി നേരിടേണ്ടി വന്നിട്ടുള്ള ഒരു നടപടിയാണ് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കേണ്ടി വന്നു എന്നത്. അത് പാർട്ടിയുമായി ബന്ധപ്പെട്ട് പാർട്ടിക്കകത്ത് നടന്നിട്ടുള്ള കാര്യമാണ്. അത് എന്തെങ്കിലും ഒരു അഴിമതിയുടെ പേരിലാണ്, മറ്റെന്തെങ്കിലും ഒരു കാര്യത്തിൻ്റെ പേരിലാണ് എന്നതിനെക്കുറിച്ച് പാർട്ടി എവിടെയും പറഞ്ഞിട്ടില്ല. അങ്ങനെ ആളുകൾക്ക് പറയാനും വേണ്ടി സാധിക്കില്ല. കൃത്യമായി അതിൻ്റെ ആന്തരികമായ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി വീഴ്ചകളെ പരിശോധിച്ച് അത് പരിഹരിക്കുന്നതിന് വേണ്ടി കൃത്യമായ ഇടപെടലുകൾ നടത്തുകയും അതിനെ പരിഹരിച്ച് ശുദ്ധി ചെയ്ത് എടുക്കാൻ വേണ്ടി നടത്തുന്ന ഒരു പ്രക്രിയയുടെ ഭാഗമായിട്ടാണ് ഈ നടപടി ഉണ്ടായിട്ടുള്ളത്. അത് ഉൾക്കൊള്ളുന്നതിന് വേണ്ടിയും അത് പരിഹരിച്ച് അത് അംഗീകരിച്ച് അതിന് പരിഹാരം ഉണ്ടാക്കി കൂടുതൽ കരുത്തോടുകൂടി കൂടുതൽ ശോഭയോടുകൂടി മുന്നോട്ട് പോകുക എന്നാണ് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഈ സംഘടനാ രീതി. രാജിവെച്ച വ്യക്തി എന്ന നിലയിൽ എന്നെ തന്നെയാണ് വീണ്ടും പാർട്ടി ഈ പഞ്ചായത്തിൻ്റെ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി വീണ്ടും ചുമതല എന്ന നിലയിൽ ഏൽപ്പിച്ചുകൊണ്ട് ഇപ്പോൾ മത്സരരംഗത്തേക്ക് ഏൽപ്പിച്ചിട്ടുള്ളത്. അത് ഏറ്റവും അഭിമാനത്തോടു കൂടി ഈ കാണാൻ വേണ്ടി സാധിക്കും. അത് ആണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ സൂചിപ്പിക്കാനുള്ളത്. കണ്ണൂർ ജില്ലയിൽ ഏറെ വീറും വാശിയുമുള്ള ഇലക്ഷൻ നടക്കുന്ന ഒരു പഞ്ചായത്തിലാണ് നമ്മളുള്ളത്, കോളയാട് പഞ്ചായത്ത്. എൻ്റെ കൂടെയുള്ളത് കോൺഗ്രസിൻ്റെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റായ ശ്രീമതി അന്ന ജോളിയാണ്. അവരിലേക്ക് പോകാം. 2010 LDFനും UDFനും ഒരേ സീറ്റ് വരികയും നറുക്കെടുപ്പിലൂടെ പഞ്ചായത്ത് പ്രസിഡന്റായ ഒരു വ്യക്തിയാണ് നിങ്ങൾ. എപ്പോഴും ഭാഗ്യവതിയാണ് തോന്നിയിട്ടുണ്ട്. ഈ ഭാഗ്യം ഈ തവണ UDFന് അനുകൂലമായി കോളയാട് പഞ്ചായത്തിൽ ഉണ്ടാവുമോ? തീർച്ചയായിട്ടും ഉണ്ടാവുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. കാരണം അത് ഭാഗ്യം കൊണ്ട് മാത്രമല്ല, ഇപ്പോഴത്തെ പഞ്ചായത്തിൻ്റെ ഭരണവും LDFൻ്റെ സംസ്ഥാന ഭരണവും അതിന് ബാധകമാക്കുന്നുണ്ട്. ഐക്യജനാധിപത്യ മുന്നണി കോളയാട് ജനങ്ങളോട് വോട്ട് ചോദിക്കുന്നതിന് മുന്നിൽ അവതരിപ്പിക്കുന്ന മാനിഫെസ്റ്റോ എന്താണ് നിങ്ങളുടെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ? ഏറ്റവും പ്രധാനമായി ഏറ്റവും കൂടുതൽ ആദിവാസികൾ അധിവസിക്കുന്ന ഒരു പ്രദേശമാണ് കോളയാട് ഗ്രാമപഞ്ചായത്ത്. ഞാൻ 2010 പ്രസിഡന്റായ സാഹചര്യത്തിൽ ഒരു ദിവസം രാവിലെ ചാലിൽ കോളനിയിൽ ചെല്ലുമ്പോൾ അടുക്കളയിൽ കുഴികുത്തി ശവസംസ്കാരം നടത്തുന്ന കാഴ്ചയാണ് എനിക്ക് കാണേണ്ടി വന്നത്. അതെൻ്റെ ഹൃദയത്തെ വല്ലാതെ വേദനിപ്പിച്ചു. ഒരു ക്രിസ്ത്യാനിയോ മുസ്ലിമോ ആണെങ്കിൽ അവർക്ക് പള്ളികൾ അടക്കം ചെയ്യാനുള്ള സ്ഥലമുണ്ട്.
എന്നാൽ സാധാരണക്കാരായ ആളുകൾക്ക് ഇതില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങൾ അരയേക്കർ ഭൂമി ഒരു ശ്മശാനത്തിനായി വാങ്ങിയിട്ട് 6 വർഷം കഴിഞ്ഞു. അന്ന് വാങ്ങിയ സമയത്ത് അതിന് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി വാള് കെട്ടി എല്ലാം ചെയ്തതാണ്. പക്ഷെ ഇന്ന് വരെ അതിനൊരു തുടർ പ്രക്രിയ നടത്താൻ LDFന് സാധിച്ചിട്ടില്ല. അത് ഏറ്റവും വലിയ ഒരു പ്രശ്നമായി ഞങ്ങൾ ഇന്ന് കാണുകയാണ്. അതുപോലെ തന്നെ നമുക്കറിയാം ഒരു ആസ്പത്രിയുടെ പ്രശ്നം ഈ നാട്ടിലുണ്ട്. അതിപ്പോൾ CHC ആണ്, അത് FHC ആയി ഉയർത്തുന്നുണ്ട് എങ്കിൽ പോലും കോളയാട് ടൗണിൽ ഒരു ഹോസ്പിറ്റൽ കൊണ്ടുവരണം എന്നുള്ളത് ഞങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ്. അതോടൊപ്പം തന്നെ കണ്ണൂർ ജില്ലയിൽ തന്നെ എടുത്തു പറയേണ്ടുന്ന ഒരു ഗ്രൗണ്ടാണ് കോളയാട് ഗ്രാമപഞ്ചായത്തിൻ്റെത്. എന്നാൽ അത് ചില തൽപര കക്ഷികളുടെ ആവശ്യാർത്ഥം അതൊരു ഇൻഡോർ സ്റ്റേഡിയമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. പക്ഷേ നമുക്കറിയാം കായിക പ്രേമികളായ അനേക ആയിരങ്ങൾ ഇവിടെ കേരളോത്സവം എല്ലാം നടത്തിക്കൊണ്ടിരുന്ന ഒരു സ്റ്റേഡിയമായിരുന്നു. അതിന് നല്ല രീതിയിൽ ഗ്രൗണ്ടായി തന്നെ കൊണ്ടുപോകണം. ഇൻഡോർ സ്റ്റേഡിയം ആവശ്യമാണ്. അതിന് വേറെ സ്ഥലം കണ്ടെത്തി പണിയണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. കോളയാട് പഞ്ചായത്തിലെ പ്രധാന രാഷ്ട്രീയ വിഷയം എന്ന് പറയുന്നത് ഇതിനു മുമ്പത്തെ പ്രസിഡന്റായിരിക്കുന്ന ശ്രീ സുരേഷ് കുമാറിന്റെ പേരിലുള്ള അഴിമതി. അത് UDF പറഞ്ഞതല്ല, LDF തന്നെ 1.5 കോടിയോളം രൂപയുടെ 3 കോടിയോളം രൂപയുടെ അഴിമതിയെക്കുറിച്ച് പറയുകയും ആസ്പത്രി നമ്മളെപ്പോലുള്ള ആളുകൾ ഷെയർ കൊടുത്തുണ്ടാക്കിയ ആസ്പത്രിയാണ്, അതിന്റെ പണം കൈപ്പറ്റിയെന്ന് ഉത്തമ ബോധ്യമുള്ള ഉണ്ടായതുകൊണ്ടാണ് അദ്ദേഹത്തെ പാർട്ടിയുടെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റിയത്. പെട്ടെന്ന് ഇലക്ഷൻ വന്നപ്പോഴത്തേനും ഇതൊന്നും അഴിമതിയല്ല എന്ന തരത്തിലേക്ക് തിരിച്ചു വന്നപ്പോൾ തന്നെ കേരള സംസ്ഥാനത്തിന്റെ അഴിമതിയുടെ ഒരു മുഖപ്പതിപ്പായിട്ട് കോളയാട് പഞ്ചായത്ത് മാറിയിരിക്കുന്നു എന്ന് ഞങ്ങൾ മറ്റുള്ള ജനങ്ങളിലേക്ക് എത്തിക്കുന്നു. ഇപ്പം നമ്മുടെ ഭരണസമയത്ത് നമുക്ക് ഇവിടെ ഒത്തിരിയേറെ പ്രശ്നങ്ങളുണ്ട്. ഏറ്റവും പ്രധാന പ്രശ്നം ഞങ്ങൾ കോളയാട് പഞ്ചായത്തിന്റെ പഴയ പഞ്ചായത്ത് ഓഫീസ് പൊളിച്ചപ്പോൾ ഏറ്റവും ജനങ്ങൾ കോളയാട് ഒരു ടൗണാണ്, ശരിക്കും പറഞ്ഞാൽ മട്ടന്നൂർ എയർപോർട്ടിലേക്ക് ടൗൺ ആകെ ഒരു സൗകര്യവുമില്ലാത്ത ഒന്നാണ്. അവിടെ 2 സൈഡിലും ഡ്രെയിനേജുകൾ കൊടുക്കണം. അതോടൊപ്പം തന്നെ നമുക്കറിയാം ഓട്ടോ ടാക്സി സ്റ്റാൻഡ് ഇല്ലാത്ത ഒരു പ്രശ്നമുണ്ട്. ഏറ്റവും കൂടുതൽ ഓട്ടോ പ്രശ്നം ഉണ്ടാവുന്ന. അപ്പോൾ ഞങ്ങൾ ഭരണത്തിലിരിക്കുന്ന കാലഘട്ടത്തിൽ ആ മുൻപിലത്തെ ബിൽഡിംഗ് പൊളിച്ച് അണ്ടർഗ്രൗണ്ട് പാർക്കിങ്ങും അതോടൊപ്പം തന്നെ ഷോപ്പിംഗ് കോംപ്ലക്സ് പഞ്ചായത്ത് ഓഫീസായിരുന്നു. പക്ഷെ 90 ലക്ഷം രൂപയ്ക്ക് പണിതുയർത്തുന്ന ഒരു കെട്ടിടം നിങ്ങൾക്ക് കാണാവുന്നതാണ്. വെറും 2 നില, അതിൻ്റെ മേലെ ഒരു ഷീറ്റും ഇട്ടുകൊണ്ട് യാതൊരു സൗകര്യവുമില്ലാതെ ഒരു കാഴ്ചപ്പാടില്ലാതെ കൊണ്ടുവന്നതുകൊണ്ട് നമുക്ക് ഇപ്പോഴും ടൗണിൻ്റെ വികസനം ഒരു ലക്ഷ്യത്തിലെത്താൻ സാധിച്ചിട്ടില്ല. ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അവിടെയുള്ള വെയിറ്റിംഗ് ഷട്ടൽ പൊളിച്ചുകൊണ്ട് ഇനി ഇപ്പുറ ഭാഗത്തേക്ക് അണ്ടർഗ്രൗണ്ട് പാർക്കിംഗ് അടക്കം ടൗണിൽ നല്ലൊരു പാർക്കിംഗ് സൗകര്യം ഉണ്ടാക്കണം. അതിന് നമ്മൾ കുറച്ച് സ്ഥലം ഫോറസ്റ്റിൽ നിന്ന് കണ്ടെത്തിക്കൊണ്ട്, ആ വില്ലേജ് ഓഫീസിൻ്റെ പരിസരത്തൊക്കെ സ്ഥലമുണ്ട്, അത് കണ്ടെത്തി ഫോറസ്റ്റിന് വേണ്ടുന്ന സ്ഥലം മറ്റ് സ്ഥലത്തു നിന്ന് വാങ്ങിക്കൊടുത്ത് ടൗണിൻ്റെ മുഖച്ഛായ തന്നെ മാറ്റണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. പേരാവൂർ ബ്ലോക്ക് പഞ്ചായത്ത് കോളയാട് ഡിവിഷനിൽ നിന്ന് മത്സരിക്കുന്ന BJPയുടെ സ്ഥാനാർത്ഥി ശ്രീ N ജനാർദ്ദൻ മാഷ് നമ്മുടെ കൂടെയുണ്ട്. അദ്ദേഹത്തോട് നമുക്ക് ചില ചോദ്യങ്ങൾ ചോദിക്കാം. കോളയാട് പഞ്ചായത്തിൽ BJP ഉയർത്തുന്ന വിഷയങ്ങൾ എന്തൊക്കെയാണ്? കോളയാട് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ 2 മുന്നണികളും മാറി മാറി ഭരിക്കുന്ന ഒരു പഞ്ചായത്തായിരുന്നു ഇത്. പക്ഷെ അവർക്ക് ഈ ജനക്ഷേമകരമായ പ്രവർത്തനങ്ങൾക്കൊന്നും വലിയ താല്പര്യം ഉണ്ടായിട്ട് തോന്നിയിട്ടില്ല. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് കോളയാട് പഞ്ചായത്തിൽ എന്തെങ്കിലും റോഡിൻ്റെ കാര്യത്തിലായിട്ട് മറ്റ് വികസനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് കേന്ദ്ര ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടുള്ള ഏറ്റവും നല്ല പരിപാടികൾ. അപ്പോൾ ഈ അടുത്ത കാലത്തായി കേന്ദ്ര ഫണ്ട് ഒരുപാട് കിട്ടിയതിന് ശേഷമാണ് കോളയാട് അല്പമെങ്കിലും റോഡുകളുടെ കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളത്. അതേ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വമ്പിച്ച ഭൂരിപക്ഷത്തിൽ ജയിച്ചായിരുന്നു ഇടതുപക്ഷത്തിൻ്റെ ആളുകൾ. ഈ ഇടതുപക്ഷത്തിൻ്റെ ആളുകൾ ജയിച്ചപ്പോഴും ഈ കുറച്ച് കാലം കഴിഞ്ഞപ്പോഴേക്കും പ്രസിഡന്റ് രാജിവെച്ചു. പ്രസിഡന്റ് എന്തിനാണ് രാജിവെച്ചത് എന്നുള്ളത് അവർ ജനങ്ങളോട് പറയണം. പക്ഷേ അവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് വിറ്റയാൾ പുറത്തും വാങ്ങിയാൾ അകത്തും ഉള്ളത്. ആ നിലത്തിലുള്ള ഒരു സമീപനം ഉണ്ടായ സമയത്ത് എനിക്ക് തോന്നുന്നു ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്ത് തന്നെ ഒരുപാട് വിള്ളലുകളുണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ സുരേഷിൻ്റെ 2ാമതും വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാൻ വേണ്ടിയിട്ട് അവർ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഇടതുപക്ഷത്തിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ വികസനം അല്ലാതെ ജനങ്ങളുടെ വികസനം അവർ പ്രതീക്ഷിക്കുന്നില്ല. അങ്ങനെയുള്ളൊരു കാഴ്ച. കാരണം വെച്ചാൽ അവിടെ കഴിഞ്ഞ പ്രാവശ്യം അവർ 2 മുന്നണികളുടെ ആളുകൾ ചേർന്നിട്ട് ഒരു ചെറിയ അഴിമതി നടന്നിട്ടുണ്ട്. കിണർ റീചാർജിൻ്റെ കാര്യത്തിൽ അവർ ഒരു പ്രത്യേക കടയിൽ നിന്ന് മാത്രമേ സാധനം വാങ്ങിക്കാമെന്ന് പറഞ്ഞു. അത് ഞങ്ങൾ ചോദ്യം ചെയ്യുണ്ടായി. ആ ഒരു പ്രശ്നം അതിനുശേഷം ആ പരിപാടി നിർത്തിയത്. ഒരു പ്രത്യേക കടയിൽ നിന്ന് മാത്രമേ വാങ്ങിക്കാമെന്ന് അവർ പറഞ്ഞത്. അതുപോലെ തന്നെ ഇപ്പോൾ അടുത്ത കാലത്തുണ്ടായ ഒരു ചാണകത്തിൻ്റെ ജൈവവളത്തിൻ്റെ പ്രശ്നത്തിൽ ഇന്നത്തെ പഞ്ചായത്ത് പ്രസിഡൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് അതേ നിലയിലുള്ള പരിപാടി ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഞങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഏറ്റവും കൂടുതൽ വികസന പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കുന്നത് NDA ആണ്.
അതുകൊണ്ട് NDAയുടെ ആൾ പക്ഷത്തേക്കാണ് ജനങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. UDFനും ആ നിലത്തിലുള്ള ഒരു സമീപനം മാത്രമേ ഉള്ളത്. കാരണം അവിടെ മത്സരിക്കുന്ന ആളുകളൊക്കെ തന്നെ മുമ്പ് മത്സരിച്ച് ഈ വാർഡിന് വേണ്ടിയിട്ടൊന്നും കാര്യമായി പ്രവർത്തനം ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ NDA ജനങ്ങളുടെ മുമ്പിലേക്ക് ഏറ്റവും നല്ല പ്രവർത്തനങ്ങളായിട്ട് പോകുന്നത്. ഒന്ന്, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ NDA സർക്കാരിൻ്റെ നേട്ടങ്ങൾ, കാരണം 10-20ഓളം എല്ലാം വ്യക്തികളിലേക്ക് നേരിട്ടെത്തുന്ന ചില പ്രവർത്തനങ്ങളുണ്ട്. ഇത് മുഴുവനും ഇവിടെ പഞ്ചായത്ത് അവരുടെ അറിയിക്കാത്തൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ സുകന്യ സമൃദ്ധി യോജനയും അതുപോലെ തന്നെ ഉജ്വൽ യോജനയും വൈദ്യുതിയുടെ സൗജന്യമായിട്ടുള്ള വൈദ്യുതി കണക്ഷൻ കൊടുക്കുന്ന കാര്യത്തിലൊക്കെയുള്ള പരിപാടികൾ ഇതൊന്നും കൃത്യമായിട്ട് ഇവിടെ ജനങ്ങളിൽ എത്തിക്കാൻ വേണ്ടി അവർ തയ്യാറായില്ല. അത് എത്തിയാൽ തന്നെ അവർക്ക് മര്യാദ കൊടുക്കാൻ തയ്യാറാകുന്നില്ല. ആ കൈത്തറി യന്ത്രങ്ങൾ നമ്മുടെ നാട്ടിലും ഒരുപാടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു വീട്ടിൽ നാറ്റേ വെച്ചേയുള്ളൂ, ബാക്കിയെല്ലാം പൂട്ടിക്കെട്ടിയിരിക്കുക. അപ്പോൾ അതെന്ത് ചെയ്യുന്നു എന്നുള്ളത് അന്വേഷിക്കാനുള്ള ബാധ്യത പഞ്ചായത്തിനില്ല. കാരണം എല്ലാ രീതിയിലുള്ള ആനുകൂല്യങ്ങളും ജനങ്ങളിലെത്തിക്കുക നേരിട്ടെത്തിക്കാൻ വേണ്ടിയിട്ടാണ് BJP ശ്രമിക്കുന്നത്. അതിനുവേണ്ടി ബ്ലോക്ക് പഞ്ചായത്തിൽ പല പദ്ധതികളും നമ്മൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ഏറ്റവും ഇപ്പോൾ തന്നെ ഞാൻ പറയാം, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഇവിടെ ഈ മഴവെള്ളം ഉണ്ടല്ലോ, ഈ മഴവെള്ളം ഇങ്ങനെ വെറുതെ പാഴായി പോവുക. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരുപാട് കുടിവെള്ളത്തിന് ക്ഷാമമുള്ള കാലഘട്ടമായിപ്പോൾ. അപ്പോൾ ഈ മഴവെള്ളം വീടുകളിൽ സംഭരിക്കുന്ന മഴവെള്ളത്തിന് പഞ്ചായത്തിലവർ ഒരു ബോട്ടിലിംഗ് കേന്ദ്രം ഉണ്ടാക്കിയിട്ട് നമുക്ക് വിൽക്കാനുള്ള സംവിധാനമാക്കാം. അപ്പോൾ ഒരുപാട് തൊഴിലവസരങ്ങൾ നമുക്ക് സൃഷ്ടിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഇപ്പം നമ്മുടെ നാട്ടിൽ ഒരുപാട് പഴം പച്ചക്കറികളൊക്കെ ഉണ്ടല്ലോ, ഈ പഴങ്ങളും പച്ചക്കറികളൊക്കെ സംഭരിച്ചു വെക്കാനും അത് ശീതീകരിച്ചിട്ട് ഉപയോഗിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കണം. അങ്ങനെ ഒരു സൗകര്യം ഇവിടെ ഉണ്ടാകുകയാണെങ്കിൽ ഒരുപാട് ആളുകൾക്ക് ജോലിക്കുള്ള അവസരങ്ങളുണ്ടാകും. അതുപോലെ നമ്മുടെ നാട്ടിലിപ്പോൾ ഒരുപാട് തേങ്ങയും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പോൾ തേങ്ങയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, അതിനകത്തുള്ള ആ കൊപ്പരയൊക്കെ ഉണ്ടാക്കുന്ന സ്ഥലത്തിലെ ആളുകളുടെ തേങ്ങ വെള്ളം എടുത്തുകൊണ്ട് അത് ഇപ്പോൾ ജൈവ വിനാഗിരി ഉണ്ടാക്കാനുള്ളൊരു യൂണിറ്റ് നമുക്കിവിടെ ഉണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ ഇതൊന്നും ദീർഘവീക്ഷണമുള്ള ഒരു പരിപാടിയും ഇവർ ചെയ്യുന്നില്ല. നമ്മളിതൊക്കെ ഗ്രാമസഭയിലും മറ്റ് പല സമയത്ത് ഇത് ആവശ്യപ്പെട്ടിട്ട് പോലും അവർക്ക് താല്പര്യമുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്യുന്നുള്ളൂ. അവർക്ക് എന്താണ് കിട്ടുക അതിനകത്ത്. ഇപ്പോൾ അടുത്ത് തന്നെ നമ്മുടെ മേനച്ചോടി ഇവിടെ ഈ സ്ഥലത്ത് ഒരു 5 ലക്ഷം റുപ്യ ചിലവാക്കിയിട്ട് അവർ റോഡ് നന്നാക്കിയിട്ടുണ്ടായിരുന്നു. കൊളയാട് മട്ടന്നൂർ റോഡ്. അത് ഇത് മെക്കാഡാൻ താറ് ചെയ്യും എന്ന് പറയുന്ന സമയത്താണ് ഈ റോഡിന് 5 ലക്ഷം റുപ്യ വരെ 1 കിലോമീറ്റർ താഴെ സ്ഥലം താറ് ചെയ്തിട്ട് വെറുതെ കളയുകയുണ്ടായത്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ദീർഘവീക്ഷണമില്ലാത്ത പരിപാടികളാണ് ഈ പഞ്ചായത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇതിനെതിരെ ശക്തമായ മുന്നേറ്റം ഉണ്ടാക്കണമെങ്കിൽ അതിന് NDA അധികാരത്തിൽ വരണം. അതിന് ജനങ്ങളുടെ സഹകരണം ഞങ്ങൾക്ക് ഉണ്ടാകണം. കോളയാട് പഞ്ചായത്തിലെ ചില വാർഡുകളിൽ BJP സ്ഥാനാർത്ഥികളില്ല എന്നറിഞ്ഞു. അവിടെ നിങ്ങളെടുക്കുന്ന രാഷ്ട്രീയ നിലപാട് എന്തായിരിക്കും അത്തരം വാർഡുകളിൽ? അവിടെ അവരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം, അല്ലെങ്കിൽ അവർക്ക് എൻഡ് എന്നുള്ള പോയിന്റിൽ വോട്ട് ചെയ്യാം. അത്ര തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ UDFനെ LDFനെ സഹായിക്കുക എന്നുള്ള സമീപനം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. കാരണം വെച്ചാൽ അത് പ്രത്യേക സാഹചര്യത്തിൽ അന്ന് പെട്ടെന്ന് അവരുടെ ചില അസൗകര്യങ്ങളുമുണ്ട്. വെച്ചാൽ അവർക്ക് സുഖമില്ലാത്തൊരു സാഹചര്യം വന്നുകൊണ്ടാണ് പെട്ടെന്ന് നിൽക്കാൻ പറ്റാത്തത്. അതുകൊണ്ടുണ്ടായ വിഷമാണ്. അല്ലാതെ LDFനോ UDFനോ നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങനത്തെ ഒരു കാഴ്ചപ്പാടേ അവർ രണ്ടും ഒരേ നാണയത്തിൻ്റെ ഇരുവശങ്ങളാണ്. രണ്ടും അഴിമതിയുടെ കൂത്തരങ്ങാണ്. കാരണം അത് മുകളിൽ തൊട്ട് താഴോളം അങ്ങനെ തന്നെയാണ്. കാരണം ഇപ്പോൾ ഒരാൾ ചേട്ടൻ ഭാവിയും അനിയൻ ഭാവിയും കളിക്കുന്ന പോലെയാണ്. അവർ ഒരു കാരണവശാലും ഇവിടെ ജയിക്കാൻ പാടില്ല. ഇവിടെ NDA ആണ് ജയിക്കേണ്ടത്. NDA ജയിച്ചിട്ട് പഞ്ചായത്ത് ഭരിക്കുന്ന ഒരു കാലമാണ് വരാൻ പോകുന്നത്. ഫലപ്രഖ്യാപന ദിവസം ഏറ്റവും കൂടുതൽ ആൾക്കാർ ആകാംക്ഷയോടെ നോക്കുന്നത് കോളയാട് പഞ്ചായത്തിൻ്റെ തിരഞ്ഞെടുപ്പ് ഫലമായിരിക്കും. അതുകൊണ്ട് തന്നെ മുന്നണികൾ ശുഭപ്രതീക്ഷയിലാണ്. അവരുടെ വികസന രാഷ്ട്രീയം നമ്മളോട് ചർച്ച ചെയ്ത് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. മറ്റൊരു പഞ്ചായത്തിൻ്റെ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയ ചിത്രവുമായി കാണാമെന്ന ശുഭപ്രതീക്ഷയോടെ സൈൻ ഔട്ട്.